ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് മീൻ കാണിച്ചുകൊണ്ടാണ്. ഹാർബറിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇതിന് കിലോയ്ക്ക് വന്നിട്ട് 700-750 രൂപയ്ക്ക് ഉണ്ട്. പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ്, പോരാത്തതിന് നല്ല ടേസ്റ്റുള്ള മീൻ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന വാട് തന്നെ നന്നാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നാളെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് എന്താണ് ടേസ്റ്റ് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോർണിംഗ് പുറത്ത് വെച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ നമ്മൾ മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കുക, മസാല തേക്കുക, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മീൻ. ഇതാ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കിയിട്ട് മസാല തേക്കണം. പിന്നെ ഇതേപോലെ ഫ്രൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഫ്രൈ ചെയ്യലിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പാത്രത്തിൽ പറ്റണ്ടേ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനിൽ മസാല തേക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഓവനിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഗൈസ്. ഇതാ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ തേച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് കേട്ടോ, ഉൾഭാഗം ഫുള്ളായിട്ട് മസാല തേച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു കറിവേപ്പില വെച്ചെടുത്തിട്ട് ഇത് അടയ്ക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇനി ഈ സൈഡാണ് കേട്ടോ തേക്കുന്നത് മസാല. അപ്പോൾ നമുക്ക് ഇനി ഓവൺ ഓൺ ആക്കിയിട്ട് നമുക്ക് അതിൽ വെക്കാം ഗൈസ്. നമുക്ക് ബട്ടർ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഫിഷിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണ ഒന്നുമല്ല, ബട്ടറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫ്രൈ എല്ലാം ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. മസാല എല്ലാം തേച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓവണിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതിന് എന്താ പറയുക, കിലോ വന്നിട്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് കിലോ 750-800 രൂപയോളം ഉണ്ട്. ഇന്നലെ നമ്മൾ ഫ്രൈ ചെയ്തു. ഇന്ന് കുറച്ച് നമ്മൾ എന്താ പറയുക ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, ഓവനിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ഇനി നന്നാക്കി മസാല കുറച്ചും കൂടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇനി ഇത് അതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഇതാ മുറിച്ച് ഒരെണ്ണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഇനി മസാല ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രൈ എല്ലാം ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുറിഞ്ഞു പോയി വലിയമാൻ്റെ കയ്യും പൊള്ളി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ മീൻ ഇതാ നല്ല രീതിയിൽ പൊള്ളൂലല്ല, ഇത് വെന്തിട്ടുണ്ട്. അത് പാലല്ല, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. സൂപ്പർ. ആർക്കും വേണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്യണം. നല്ല മസാല നല്ല രസമുണ്ട്. ചൂടോട് കൂടി വരുമ്പ നല്ല ടേസ്റ്റ്, നല്ല നല്ല മുളകും എരിവും ചൂടും. ചൂടുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടോട് കൂടി ഉണ്ടാക്കി ചൂടോട് കൂടി തന്നോ. ചോറിനൊന്നും വെയിറ്റ് ചെയ്യരുത്, ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യും. പക്ഷേ വേണ്ട, എല്ലാവർക്കും കൂടി കൊടുക്കാം. കൂണ് വാങ്ങിയിട്ടുണ്ട്. ഇനി കൂണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് പൈപ്പൊന്നും കുട്ടിക്കുന്നു. ഫുഡ് എന്ന് പറയണത് മീനും പിന്നെ കൂണും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഈ മീനുണ്ട് നന്നാക്കാനായിട്ട്. ഇത് നമ്മൾ കറി വെക്കും. ഫ്രൈ ചെയ്തിട്ടും ഗ്രില്ല് ചെയ്തിട്ടുള്ള ടേസ്റ്റ് മനസ്സിലായി. അപ്പം ഇനി ഇത് കറിയും കൂടി വെക്കും, അതിൻ്റെ ടേസ്റ്റ് കൂടി. അപ്പം ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമ്മളിതാ ഡിക്സിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. കാർത്തൂന്നാണ് വിളിക്കുക. അപ്പോൾ കാർത്തൂനെ കാണാൻ പോവാണ്. കാർത്തൂനെയും കുട്ടീനെയും കാണാൻ പോവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വയറ് കാണാനും ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ കുട്ടീനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റാൾ കിടന്ന് ഉറങ്ങാ പറയേ. നല്ല ഉറക്കില്ല പറ. മറ്റാൾ നല്ല ഉറക്കില്ല പറ. ഇങ്ങനെ പിടിക്കുന്ന ഇഷ്ടമല്ലേ ഞങ്ങൾക്ക്. ആരെ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ അല്ലേ? എന്താ മാറ്റം? ഇവനാണോ മൂത്ത അതാണോ? അങ്ങനെ കാർത്തൂനെയും കുട്ടീനെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുത്തു. ഇനി ഇതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിക്സിനെ കാണാൻ പോയി. ഡിക്സിനെ കണ്ടു വന്നു ഗായ്സ്. ഒരു മിനിറ്റ്. ഡിക്സിനൊക്കെ കണ്ടു വന്നു. അപ്പം നമ്മൾ പോരുമ്പോൾ ഇങ്ങനെ ഒരു പായസ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പായസ കിറ്റ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മളിതൊന്നോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടാവുമോ എന്താണെന്നൊന്നും അറിയില്ല. ടെൻഡർ കോക്കനട്ട് ആണ്, സാഗോ പായസ മിക്സ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. സോ ഇവിടെ ഒരു വലിയൊരു പിമ്പിൾ വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ജലദോഷം പിടിച്ചിട്ടുണ്ട്, അവിടെ സൗണ്ട് പോയി കിടക്കുകയാണ്. സോ ഈ ഒരു പായസ കിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നോക്കട്ടെ എങ്ങനെയാണ് എന്താന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ആരെങ്കിലും ഇത് കുടിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. സോ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കുടിക്കുമ്പോൾ കേട്ടോ. ഗായ്സ്, നമ്മളുടെ ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പിന്നെ സേമിയ പായസം കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ടെൻഡർ കോക്കനട്ട്. ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇത് കുറച്ച് നേരം കുറച്ച് നേരമല്ല, ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഞാനിവിടെ ഇതാ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് 3 മണിക്കൂർ സമയം വേണം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് 3 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് സേമിയ പായസം കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ കുറച്ച്. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സാധാ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്തത് ചൂടാറിയത് ഞാൻ കുടിച്ചു നോക്കാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, ശരിക്കും കോക്കനട്ട് ടെൻഡർ കടിക്കുന്നുണ്ട്. പോരാതിന് ടേസ്റ്റ് വന്നിട്ട് ഒരു എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇളനീരൊക്കെ തിന്നില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് കറക്റ്റ്. നന്നായി കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ സെറ്റാവും തോന്നുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടമായില്ല. അപ്പോൾ തണുത്ത് വരുമ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് കേട്ടോ, നല്ല രസം തോന്നുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ്, സംഭവം കുഴപ്പമില്ല കേട്ടോ. വിചാരിച്ച പോലെയല്ല, ഞാൻ ഒട്ടും നല്ലതായിരിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഒരു എന്താ പറയുക, ചൂടാറി കഴിഞ്ഞപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടുകൂടി ആകുമ്പോൾ വേറെ ടേസ്റ്റ്, അത് തീരെ ടേസ്റ്റ് തോന്നിയില്ല. ചൂടാറി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഈ ഫ്രിഡ്ജിലും കൂടി ഇരുന്നാൽ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, വിചാരിച്ച പോലെയല്ല കേട്ടോ. ഹലോ ഹലോ, പായസം റെഡി ഗൈസ്. എന്നാ ഒന്ന് വേഗം കുടിക്കൂ, ദിക്കു വെയിറ്റിംഗ് ആണ്. എന്നാ വാ
അതിന് പായസം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടോടുകൂടി ഞങ്ങളെല്ലാവരും കുടിച്ചു, കുട്ടികൾക്ക് ചൂടാറിയിട്ടും കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.